ഹോം ടു ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലുകെട്ടും നടുമുറ്റവുമൊക്കെ മലയാളികളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ നോസ്റ്റാൾജിക് അനുഭവങ്ങളാണ്. ഈ നടുമുറ്റം എന്നുള്ളതിൻ്റെ പല വേർഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വീടിൻ്റെ അകത്തളം ഏറ്റവും ഭംഗിയായി ഒരുക്കുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് നടുത്തളം അല്ലെങ്കിൽ കോർട്ട്യാർഡ് എന്നുള്ളത്. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. പല രൂപത്തിൽ നമുക്കതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പല തരത്തിലുള്ള ഇംപ്രവൈസേഷൻസിനും സാധ്യതകളും ഉള്ള ഒരു സംവിധാനമാണ്, ഒരു എലമെൻ്റാണ് കോർട്ട്യാർഡ് എന്നുള്ളത്. ഇന്ന് നമുക്ക് ആ കോർട്ട്യാർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വിശേഷങ്ങൾ, എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് കോർട്ട്യാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻറ്റീരിയർ മനോഹരമാക്കാം എന്ന് നോക്കാം. കോർട്ട്യാർഡിന് എത്ര ടൈപ്പ് കോർട്ട്യാർഡ് ഉണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഫങ്ഷണാലിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള കോർട്ട്യാർഡാണുള്ളത്. ഒന്ന് ഡ്രൈ കോർട്ട്യാർഡ് എന്ന് പറയും, രണ്ടാമത്തത് വെറ്റ്, അതായത് വെള്ളം വീഴുന്ന ടൈപ്പിലുള്ള കോർട്ട്യാർഡ്. വെള്ളം വീഴാത്ത തരത്തിലുള്ള കോർട്ട്യാർഡിൽ മെയിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് പെബിൾസും ലൈറ്റിങ്ങും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടും അതിനകത്ത് ചില പ്ലാന്റ്സുകൾ, ഇൻഡോർ പ്ലാന്റ്സുകൾ ചേർത്തിട്ട് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കതിനെ കൂടുതൽ മോടി പിടിപ്പിച്ചിട്ട് എടുക്കാം. വെറ്റ് കോർട്ട്യാർഡ് എന്ന് പറയുമ്പോൾ വെള്ളം വീഴുന്ന കോർട്ട്യാർഡാണ്. അവിടെ വെള്ളം വീഴുകയും അത് ഡ്രെയിൻ ചെയ്ത് പോകുന്നതിനുള്ള സംവിധാനവും വേണം. സാധാരണയായിട്ട് സൈസ് കുറഞ്ഞ വീടുകൾ അല്ലെങ്കിൽ കോമ്പാക്റ്റഡ് സ്പേസസുകളിൽ ഏറ്റവും അഡ്വൈസബിൾ എന്ന് പറയുന്നത് ഡ്രൈ കോർട്ട്യാർഡാണ്. എന്നാൽ അതേസമയം തന്നെ ധാരാളം സ്പേസ് അവൈലബിൾ ആകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളം വീഴുന്ന കോർട്ട്യാർഡ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, കാരണം ഈ വെള്ളം വീണ് ആ കോർട്ട്യാർഡിൻ്റെ ഡെപ്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഓവർഫ്ലോ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സൈസ് ആ കോർട്ട്യാർഡിന് ആവശ്യമുണ്ട്. അതുകൂടാതെ അതിൻ്റെ വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഒരു പൈപ്പും ഡ്രെയിനും കൊടുക്കേണ്ട ആവശ്യകതയുമുണ്ട്. ഈ ഡിസൈൻ ആസ്പെക്ട്സ് അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ കോർട്ട്യാർഡിനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഒരു ട്രഡീഷണൽ പാറ്റേണിലുള്ള നാലുകെട്ട് കോൺസെപ്റ്റിലുള്ള കോർട്ട്യാർഡുകളും അതേസമയം തന്നെ മോഡേൺ കണ്ടംപററി ടൈപ്പിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു ക്ലാസിഫിക്കേഷനും നമുക്ക് ചെയ്യാവുന്നതാണ്. കോർട്ട്യാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീടിൻ്റെ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം. ഈ കോർട്ട്യാർഡ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? കോർട്ട്യാർഡ് കൊടുക്കുന്നത് കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ ഈസ്തെറ്റിക് ഫീലാണ്. ഒരു വീടിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആ കോർട്ട്യാർഡ് ഡയറക്റ്റ് സൺലൈറ്റ് വീടിനകത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീടിനകത്തുണ്ടാകുന്ന ഒരു എനർജറ്റിക് ആംബിയൻസിൽ വളരെ വലിയൊരു വ്യത്യാസമാണ് ആ കോർട്ട്യാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാഴ്ചയിൽ അതിൻ്റെ അനുഭവതലത്തിൽ അതിബൃഹത്തായ ഒരു അനുഭവം നമുക്ക് പ്രദാനം ചെയ്യാൻ ഈ കോർട്ട്യാർഡിന് പറ്റും. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷണാലിറ്റിയാണ്. നമുക്ക് എപ്പോഴും വീടുകളുടെ ഉള്ളിൽ എപ്പോഴും ഹോട്ട് എയർ ആയിരിക്കും ഉണ്ടാവുക. ഈ ഹോട്ട് എയറിന് എപ്പോഴും മുകളിലേക്ക് പോകാനാണ് സാധ്യത ഉള്ളത്. ഹോട്ട് എയർ താഴെ തങ്ങി നിൽക്കില്ല, അത് എപ്പോഴും മുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഹോട്ട് എയർ മുകളിലേക്ക് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ആ എസ്കേപ്പ് ചെയ്യുന്ന സ്പേസിലേക്ക് താഴത്ത് നിന്ന് തണുത്ത കാറ്റ് അടിച്ചു കയറാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ ഹോട്ട് എയർ പുറത്തേക്ക് പോകുന്ന ആ ഈക്വൽ വോളിയം ഓഫ് എയറിലേക്ക് തണുത്ത കാറ്റ് വരികയും ഇത് വൺസ് ഒരു സർക്കുലേഷൻ ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ വീടിൻ്റെ എയർ സർക്കുലേഷൻ മൂവ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ എയർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എയർ ടണലായിട്ട് ഈ കോർട്ട്യാർഡ് ആക്ട് ചെയ്യും. കോർട്ട്യാർഡ് പ്ലാൻ ചെയ്യുമ്പം കോർട്ട്യാർഡ് ശരിക്കും നമ്മുടെ ഫ്ലോർ ലെവലിനേക്കാളും ഒരു കുറച്ച് താഴ്ത്തി ഇടുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. എന്നിട്ട് കോർട്ട്യാർഡിന് നമുക്ക് ശരിക്കും ഡബിൾ ഹൈറ്റ് ആയിട്ടായിരിക്കും വരിക. 2 ഫ്ലോറിൻ്റെ ഹൈറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കോർട്ട്യാർഡിൻ്റെ പർഗോള സ്പേസസുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ശരിക്കും ഈ റൂമിനകത്ത് ഫോം ചെയ്യുന്ന ഹോട്ട് എയർ ഇങ്ങനെ മുകളിലേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രൊവിഷനായിട്ട്, ഒരു എയർ ടണലായിട്ട് ഇത് ആക്ട് ചെയ്യും. ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹോട്ട് എയർ മുകളിലേക്ക് പോകുന്ന അതേ സ്ഥലത്തേക്ക് കോൾഡ് എയർ അടിച്ചു കയറും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട്യാർഡ്, ഇപ്പോൾ ഇവിടെ പർഗോള നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പർഗോളയുടെ ഇടയ്ക്ക് നമ്മൾ എയർ സ്പേസ് ഉണ്ടെങ്കിലാണ് ഈ കോർട്ട്യാർഡിനകത്തുകൂടി മുകളിലേക്ക് വരുന്ന
ഹോട്ട് എയർ പുറത്തേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ പർഗോള കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു എയർ ഫ്ലോയ്ക്കുള്ള ഒരു സ്പേസ് തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം വേണം. അതില്ല എങ്കിൽ ഈ ഹോട്ട് എയർ നേരെ ഈ മുകളിൽ ഇടിച്ച് ഗ്ലാസ്സിൽ ഇടിച്ചിട്ട് വീണ്ടും തിരിച്ച് താഴത്തേക്ക് തന്നെ വരികയും റൂമിന് വീണ്ടും അതിനകത്തുള്ള ആംബിയൻസിൽ വളരെ വേരിയേഷൻസ് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പർഗോള ഡിസൈൻ ചെയ്യുമ്പോഴും കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്യുമ്പോഴും ഈ ഒരു പാരാമീറ്റർ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കോർട്ട്യാർഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തതായിട്ട് കോർട്ട്യാർഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എക്സാക്റ്റ് പൊസിഷനിലായിരിക്കണം കോർട്ട്യാർഡ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ ഫങ്ഷണാലിറ്റി ആസ്പെക്ട്സുകൾ ബാലൻസ് ചെയ്യണം. കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് റൂമിനും ഡൈനിങ് റൂമിനും മറ്റു റൂമുകൾക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമായി അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള പൊസിഷൻസിലായിരിക്കണം അത് പ്ലേസ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, വിൻഡ് ഡയറക്ഷന് അനുകൂലമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് വിൻഡ് ഫ്ലോ ഡയറക്ഷൻ എങ്കിൽ ഈസ്റ്റ് സൈഡിനോട് ചേർന്ന് കോർട്ട്യാർഡ് വരികയാണെങ്കിൽ വെസ്റ്റിൽ നിന്ന് കാറ്റ് അടിച്ച് റൂമിനകത്ത് കയറുന്ന അതേ സമയത്ത് തന്നെ അതിനകത്തുള്ള ഫോൾസ് എയറിനെ തള്ളി പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഡയറക്ഷൻ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ആ കോർട്ട്യാർഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ വീടിനുള്ളിൽ വളരെ ശുദ്ധമായ വായു എപ്പോഴും പ്രവഹിക്കുന്നുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോർട്ട്യാർഡ് കൊടുക്കുമ്പോൾ എയർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു പർഗോള അല്ലെങ്കിൽ ലൈറ്റ് സ്പേസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എയർ ഹോൾസ് മസ്റ്റ് ആയിട്ടും വേണം എന്നുള്ളതാണ്. പർഗോള തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ധാരാളം ആ പർഗോളയോ അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ്സിലൂടെയും നമുക്ക് കോർട്ട്യാർഡിനകത്തേക്ക് കിട്ടും. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പർഗോളയുടെ ഇടയ്ക്ക് എയർ വെൻ്റ് അല്ലെങ്കിൽ എയർ മൂവ്മെൻറ്റിനുള്ള സ്പേസ് വേണം. അപ്പോൾ ഒന്നുകില്ലെങ്കിൽ പർഗോളയ്ക്ക് ഇടയ്ക്ക് നമുക്ക് അടുപ്പിച്ച് പർഗോള കൊടുക്കുമ്പോൾ അതിനിടയ്ക്കുള്ള സ്പേസ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് എലിവേറ്റ് ചെയ്തിട്ട് കുറച്ച് ഉയർത്തി കൊടുത്താൽ 4 സൈഡിൽ കൂടിയും എയർ മൂവ്മെൻറ്റിനുള്ള സാധ്യത ധാരാളം കിട്ടും. അതുപോലെ തന്നെ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കോർട്ട്യാർഡിനെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതായത് മെയിൻ ഡോർ തുറന്ന് കയറുമ്പോൾ തന്നെ ഒരു കോർട്ട്യാർഡിൻ്റെ വിഷ്വൽ അത് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു ആംബിയൻസിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫീല് നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ആംഗിളിലും പെർസ്പെക്റ്റീവിലും കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.